നമസ്കാരം ഗൈസ്, എങ്ങനെയുണ്ട് എല്ലാവരും? കുറേ നാളായി, ഇപ്പോൾ ഓൾമോസ്റ്റ് ആക്ച്വലി 2 ആഴ്ച, എക്സാക്ട്ലി 2 ആഴ്ചയായി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട്. എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2.5 ആഴ്ചയായി ഓൾമോസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഫസ്റ്റ് ക്ഷമിക്കാൻ തന്നെ, കാരണം എനിക്ക് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റില്ല. നമ്മളൊന്ന് വീടൊന്ന് സെറ്റപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ വീട് സെറ്റപ്പ് ചെയ്യണ കാരണം കുറച്ച് സമയം എടുത്തു. ഷിഫ്റ്റിംഗ് ഓക്കെ, നമ്മൾ ഒരു ദിവസം 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. പക്ഷേ ഷിഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് അൺപാക്ക് ചെയ്ത് പിന്നെ ഓരോരോ സാധനങ്ങൾ നമ്മളുടെ വീടനുസരിച്ചിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. പിന്നെ നമ്മൾ വീടെന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ പാർക്കാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു നല്ലൊരു എന്താ എൻവയറമെൻറ്റ് വേണം, ആ ഒരു വൈബ് വേണം. ആ വൈബില്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ എന്താ പറയുക, അവിടെ ഇരുന്ന് നമ്മൾ എന്ന് വെച്ചാൽ താമസിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലിരുന്ന് ഇപ്പോൾ സ്പെഷ്യലി ജോലി ചെയ്യാനോ ഒരു മൂടില്ല. ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് മോസ്റ്റ്ലി എൻ്റെ പണി വീടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ആ വൈബ് അതുമാതിരി ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുത്തത്. അതുകൊണ്ട് ക്ഷമിക്കുക. ബട്ട് ഫ്രം നൗ ഓൺവേർഡ്സ് മൈ വ്ളോഗ്സ് വിൽ ബി കമ്മിങ് റെഗുലർലി. നിങ്ങൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കണ്ടായിരുന്നു ആക്ച്വലി യാവിൻ്റെ ബർത്ത്ഡേ. ഡിസംബർ 16 ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് ചെറിയൊരു സെറ്റപ്പ്, നമ്മൾ ഫ്രണ്ട് റൂം മാത്രം സെറ്റപ്പ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ അതിൻ്റെ ഇടയിൽ വന്നു, പിന്നെ ക്രിസ്മസ് വന്നു, അങ്ങനെയൊക്കെ പല സെലിബ്രേഷൻസൊക്കെ വന്നു. പക്ഷേ നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും നമ്മൾ പുറത്തായിരുന്നു. അപ്പോൾ യാവിൻ്റെ ബർത്ത്ഡേ നമ്മൾ 3 പേര് മാത്രമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. കാരണം ഒന്നാമത്തെ നമ്മൾ വീട് സെറ്റപ്പ് ആ ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ടും പിന്നെ നമ്മൾക്കൊന്നും പുറത്തുനിന്ന് ആൾക്കാരൊന്നും വിളിക്കാനും പറ്റിയില്ല, അവൻ്റെ ഫ്രണ്ട്സിനെ ആരൊന്നും വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിവിടെ തന്നെ ചെറുതായിട്ട് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട് എങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തതെന്ന്. സോ കമൻറ്റ് ചെയ്യുക, പറയുക ഹൗ ഡിഡ് യു ലൈക്ക് ഇറ്റ്. ചെറിയൊരു വീടാണ്, ഞങ്ങൾ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ് എടുത്തത്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ കാണിച്ചിരുന്നു ആദ്യം എങ്ങനെയായിരുന്നു വീട്, ഇനി എങ്ങനെയാണ് ഈ വീട് നമ്മൾ സെറ്റപ്പ് ചെയ്തതെന്ന് നിങ്ങൾ കാണാം. അപ്പോൾ ഓക്കെ, ഞാൻ അധികം ഇത് ആർഭാടമായിട്ടൊന്നും അതിൻ്റെ വീടിൻ്റെ എന്താ പറയുക വീഡിയോ ഇതായിട്ട് കാണിക്കണില്ല. പക്ഷേ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് റൂം. ബേസിക്കലി ഇവിടെയാണ് നമ്മൾ കൂടുതലും ടൈം നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണത്. ടി വി ഉള്ളതുകൊണ്ട് ടി വിയും അതും കണ്ടിരുന്ന് നമ്മൾ മൂവീസൊക്കെ ഒരു ഫാമിലി ടൈം നമ്മൾ കൂടുതലും സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ ഇതാണ് വേറൊരു ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് നമ്മൾക്ക് കാണാം. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ചെറിയൊരു സോഫയാണ് നമ്മൾ മേടിച്ചത് ബേസിക്കലി. പിന്നെ അത് ആ കാണുന്നതാണ് കിച്ചൺ. അപ്പോൾ നമ്മൾക്കൊന്ന് കിച്ചൺ വരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ. ഇതൊക്കെ ആദ്യം കാണേണ്ട കോലം കാണണമായിരുന്നു നിങ്ങൾ എങ്ങനെയായിരുന്നു. ഇപ്പോഴും ചിമ്മിനി വന്നിട്ടില്ല. അപ്പോൾ ചിമ്മിനിയുടെ അത് എം ടി ആയിട്ട് കിടക്കുന്നത്. ചിമ്മിനി ഇന്നലെ വന്നിട്ട് അവർ ഫിക്സ് ചെയ്തു. പഴയത് തന്നെയാണ്, അത് ക്ലീൻ ചെയ്തിട്ട് തന്നത് അവരിഞ്ഞു നാളെ അല്ലെങ്കിൽ ഇന്ന് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ. നമ്മളൊക്കെ ഇത് ഫുള്ളായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമ്മുടെ ഗ്യാസും വർക്ക് ചെയ്തില്ല, ഓർമ്മയില്ല. ഞാൻ ആ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചത് നമ്മൾ ആ ഗ്യാസ് ആക്ച്വലി പൈപ്പ് ലൈൻ ഗ്യാസ് വേണ്ട, അത് വർക്ക് ചെയ്തില്ല. ഈ എന്താ പറയുക ചൂല ബേണർ. അപ്പോൾ നമുക്ക് വേറൊരു ബേണർ മേടിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെറിയൊരു കിച്ചൺ. ബട്ട് ദിസ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ us. ഇതാണ് നമ്മളുടെ ഒരു കോറിഡോർ ബേസിക്കലി. ഇവിടെ നിന്നാണ് നമ്മൾ ബെഡ്റൂമിലേക്ക്, യാവിൻ്റെ റൂം റൈറ്റ് സൈഡിലും നമ്മളുടെ റൂം സ്ട്രെയിറ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ക്ലോക്ക് ഉണ്ടല്ലോ, ഇത് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന ക്ലോക്ക്, അത് 2 സൈഡ് ഉണ്ട്, അത് റെയിൽവേ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, കുറേ നമ്മളിങ്ങനെ ഇട്ടു. ഇത് ചെറിയൊരു വിൻഡോ ഈ ഭാഗത്തായിട്ട്. പിന്നെ ഇതാണ് യാവിൻ്റെ മുറി. ഇതാണ് അവൻ്റെ ബെഡ് മുറി ബേസിക്കലി പറയാം. ഇത് കുറച്ചും കൂടി നമ്മളൊന്ന് സെറ്റപ്പ് ചെയ്യണം, ഒന്നും കൂടി ഡിസൈൻ ചെയ്യണം. ഇതാണ് അവൻ്റെ പഠിക്കുന്ന ടേബിൾ, സ്റ്റഡി ടേബിൾ, പിന്നെ ബുക്സ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവന് വേണ്ടിയിട്ടുള്ള അൽമാരി ഇതുവരെ മേടിച്ചിട്ടില്ല. അവൻ്റെ അൽമാരി ഇവിടെ വരണ്ടാണ്, പക്ഷെ അത് മേടിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് നമ്മളുടെ ബജറ്റ് ഒന്ന് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് അത് നമ്മൾ വിചാരിച്ചു പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ വരുന്നത് നമ്മുടെ വാഷ്റൂം ഏരിയ ആണ്, ഗസ്റ്റ് വാഷ്റൂം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ നമ്മളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. കാരണം ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ബാത്റൂമുണ്ട്, 2 വാഷ്റൂം ബേസിക്കലി. ഇത് കണ്ട, ഇതൊന്ന്, ഇതിലും ഞാൻ ആ സെയിം ഹാങ്ങിങ് ലൈറ്റിന് ഇട്ടിരിക്കുന്നത്. ഇവിടെ കുളിക്കാറില്ല നമ്മളിവിടെ. ബേസിക്കലി ഗസ്റ്റിനുള്ള വാഷ്റൂമും പിന്നെ വന്നു ചെയ്യാനുള്ള വാഷിംഗ് ഏരിയയും അതൊക്കെയാണ്. ഇവിടെ നമ്മൾ കുളിക്കാറില്ല. ഇത് ആകെയുള്ളൊരു നമ്മളുടെ വെസ്റ്റേൺ സ്റ്റൈൽ. ബാക്കി ഒരെണ്ണമുള്ളത് അത് നമ്മുടെ നോർമൽ ഇന്ത്യൻ സ്റ്റൈലാണ്. ഇന്ന് നമ്മൾ ന്യൂ ഇയറിൻ്റെ ഒരു ചെറിയ പാർട്ടി ഉണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അവിടേക്ക് പോകാനുള്ള പരിപാടിയില്ല. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതാണ് എൻ്റെ വർക്കിംഗ് ഏരിയ. ഇതാണ് മെയിൻ തിങ്. ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. കാരണം
ബേസിക്കലി ഞാൻ എഡിറ്റിങ്ങും പിന്നെ എൻ്റെ ട്രേഡിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഒരു വർക്ക് ഏരിയ വേണമായിരുന്നു. പിന്നെ എൻ്റെ മ്യൂസിക് പ്രൊഡക്ഷനും എൻ്റെ ക്ലാസ്സസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ബേസിക്കലി കണ്ടത്. ഇതൊക്കെ ഞാൻ എൻ്റെ ഉണ്ടായിരുന്നതാണ്, ദുബായിലുണ്ടായിരുന്നതാണ്. എൻ്റെ പോഡ്കാസ്റ്റ് മൈക്കും സൗണ്ട് കാർഡും പിന്നെ എൻ്റെ സ്റ്റുഡിയോ മോണിറ്റേഴ്സും അപ്പോൾ എല്ലാം സെറ്റപ്പ് ചെയ്ത് ഇനിയും കുറച്ച് സാധനങ്ങൾ വരാണ്ട്. ഈ സ്റ്റുഡിയോ മോണിറ്റേഴ്സ് വെക്കാനുള്ള ഹൈറ്റിൽ വെക്കാനുള്ളൊരു ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് ഏരിയ സെറ്റപ്പ്. ബെഡ് മേടിച്ചായിരുന്നു, പക്ഷേ അത്രയും നമുക്ക് നന്നായിട്ട് കിട്ടിയില്ല. നമ്മൾ പൊട്ടിയത് കണ്ട ഇതൊക്കെ ആകെ ഡാമേജ് പീസാണ് അവർ നമുക്ക് അയച്ചെന്ന്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിവേസ് നമ്മൾ അത് തിരിച്ചു കൊടുക്കാനും തലവേദന അതൊക്കെ ഭയങ്കരമായിട്ട്. അപ്പോൾ അത് നമ്മൾ കൊടുക്കണില്ല, അത് തന്നെ വെച്ച് നമ്മൾ ചെറിയൊരു അൽമാരി നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയും. പക്ഷേ ഒരു അൽമാരിയും കൂടിയും വേണം ബേസിക്കലി യാമിൻ്റെ ഡ്രസ്സും ഇതിനൊക്കെ. പിന്നെ ഒരു വാഷ്റൂം ഇവിടെ ഉണ്ട്. ഇതാണ് വാഷ്റൂം ഞാൻ പറഞ്ഞത്. ഇത് ബേസിക്കലി ഇന്ത്യൻ സ്റ്റൈലാണ്. അവർ പറഞ്ഞു മാറ്റിത്തരാമെന്ന്, പക്ഷേ ഇതൊക്കെ നമ്മൾ വെച്ചാട്ടോ, അവരുടെ ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ നമ്മൾ വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ അവർ തന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചീത്ത ക്വാളിറ്റിയാണ്. അതൊക്കെ പൊട്ടിക്കിടക്കായിരുന്നു ചില്ല്. ഇത് കണ്ടോ, ഇതൊക്കെ ഇന്ത്യൻ സ്റ്റൈലാണ്. അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു കുറച്ച് എക്സസൈസും കൂടി ആവും നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ. കുറേ നാളായില്ല, ആവും മുട്ടിനൊക്കെ നല്ലതാണ്. നമ്മൾ ബേസിക്കലി നമ്മളുടെ ബോൺ മൂവ്മെൻ്റൊക്കെ ചെയ്യണത് അത്രയും നല്ലതല്ലേ. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മളുടെ സെറ്റപ്പ്. ഓൾമോസ്റ്റ് എല്ലാതും കഴിഞ്ഞു എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമുക്ക് പറയാം 90% നമ്മളുടെ വീട് സെറ്റപ്പായിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിച്ചു പോകാനുള്ള ഒരു സെറ്റപ്പായിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞാൽ ബാക്കി പിന്നെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചസും പിന്നെ എന്താ ഷെൽഫും കുറച്ച് ഷെൽഫൊക്കെ നമുക്ക് വേണം. കാരണം സ്റ്റോറേജ് യൂണിറ്റ്സ് ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ബെഡ് മേടിച്ചത്. അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ ബെഡിൻ്റെ ഉള്ളിൽ ഇവിടെ ദിവാൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ സ്റ്റോറേജ് ബെഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അത് സ്റ്റോറേജായിട്ട് നമ്മൾ ബെഡിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ വെച്ചാണ്. ഇപ്പോഴും കുറേ സാധനങ്ങളുണ്ട് നമ്മളുടെ ആൽബംസ്, ഫോട്ടോഗ്രാഫ്സും അങ്ങനെ പലതും, പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ സ്ലോലി നമ്മൾ എടുത്ത് ഇതാക്കും. പക്ഷെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോലിക്കുള്ള കാര്യങ്ങളും പിന്നെ നമ്മളുടെ ഡെയിലി ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്തത്. അപ്പം അത് കാരണമാണ് ഇത്രയും ഡിലേ ആയത് ബേസിക്കലി എനിക്ക് എന്ന് പറഞ്ഞാൽ വീഡിയോ ഉണ്ടാക്കാൻ. കാരണം ആ ഒരു മൂഡ് കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാതും ആകെ പരന്നും പായച്ചായിട്ട് അങ്ങനെ കിടക്കായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഉണ്ടാക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും ലേറ്റായത് ബേസിക്കലി എനിക്ക് വ്ളോഗ്സ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക പ്ലീസ്. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി, ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. പക്ഷേ യെസ്, അതിലേക്ക് കടക്കാൻ പോകുന്നത് ഇനി മുതൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത്. പിന്നെ 2025 നാളെ ന്യൂ ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതുവരെ ഒന്ന് നമ്മൾക്ക് എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിന് മുമ്പ് എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ മുതൽ അങ്ങോട്ട് പുതിയൊരു ജീവിതം അങ്ങോട്ട് അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിക്കുന്നു. ഇപ്പോൾ ബേസിക്കലി എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഡെസ്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മൈക്കും പ്ലസ് എൻ്റെ വ്ളോഗ്സിന് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കും പിന്നെ എൻ്റെ സ്പീക്കേഴ്സും മെയിൻ ആയിരുന്നു. എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ഡെസ്ക് വേണമായിരുന്നു. മൈക്കും പിന്നെ എൻ്റെ സൗണ്ട് കാർഡും പിന്നെ എൻ്റെ ഇത് പറയില്ല എന്താ പറയുക സൗണ്ട് മോണിറ്റേഴ്സൊക്കെ. അതില്ലാണ്ട് അവരെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഐ എം യൂസ് ടു ദിസ് ഒരു സ്റ്റുഡിയോ എൻവയറമെൻറ്റിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെ പെട്ടെന്ന് അതില്ലാണ്ടാവുമ്പോൾ താങ്ക്ഫുള്ളി എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സെറ്റപ്പ്. അതാണ് ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡിയോയിലെ എക്യുപ്മെൻറ്റ്സ് എല്ലാം അതും പോയി. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് എൻ്റെ പഴയ സ്റ്റോറികളൊക്കെ. ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഇനി വിഷമിച്ചിട്ടും കാര്യമില്ല. പോയത് പോയി. നമ്മൾക്ക് ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് വളരാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 സ്റ്റുഡൻറ്റ്സ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചു പോകണു. പ്ലസ് ഇനിയും ഫ്യൂച്ചറിൽ കിട്ടുന്നു തോന്നുന്നു മ്യൂസിക് പ്രൊഡക്ഷൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിപ്പിക്കുന്നതാണ്. എൻ്റെ കമ്പോസിഷൻസും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ മറ്റേ ചാനൽ ഞാൻ DJയും കൂടി തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ പല ഐഡിയാസുണ്ട്, പല പോസിബിലിറ്റീസും നോക്കിയിട്ടാണ് ഞാൻ ഫ്യൂച്ചറിലേക്ക് കടക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നിട്ട്. സോ ലെറ്റ് സീ വാട്ട് വി ഗോട്ട് ഫോർ 2025. അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ നീങ്ങാൻ പോകുന്നത് ഇനി മുമ്പിലേക്ക്. നിങ്ങളെ ബാൽക്കണി കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാൽക്കണി. ഇത് ചെറിയൊരു ബാൽക്കണിയാണ്, പക്ഷേ ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ us ടു ഡ്രൈ അവർ ക്ലോത്ത്സ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അത് കൂടി ഒന്ന് കാണിച്ചു തരാം. ബെഡ്റൂമിൽ നിന്ന് വരുമ്പോൾ ഇതാണ് നമ്മളുടെ ബാൽക്കണി ഏരിയ. ചെറിയൊരു നമ്മൾ വാഷിംഗ് മെഷീൻ മേടിച്ചു. പഴയൊരു വാഷിംഗ് മെഷീൻ. ഇത് പഴയ സ്റ്റൈലായിട്ടുള്ള വാഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ കണ്ടില്ലേ, സെമി ഓട്ടോമാറ്റിക്. വളരെ വില കുറവിനെ കിട്ടിയത് ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട്
അത് മതി ഇപ്പോൾ തൽക്കാലം. കാരണം തണുപ്പായതുകൊണ്ട് കൈ കൊണ്ട് കഴുകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മളുടെ ബാൽക്കണി. നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുന്നത്. ഇത്രയുണ്ട് സ്ഥലം. പിന്നെ ഇവിടെയാണ് നമ്മൾ കിടക്കി വന്നിട്ട് വിട്ടിരിക്കാം. ഈ ഏരിയയാണ് നമ്മളുടെ ബാൽക്കണി ഏരിയ, വിച്ച് ഈസ് മോർ ദാൻ ഇനഫ്, സഫിഷ്യൻറ്റ് ഇനഫ് ഫോർ അസ് ഗൈസ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് മതി ബേസിക്കലി വീട്ടിലിരുന്ന് നമുക്ക് ജോലി ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു മാസം ആക്ച്വലി ശരിക്കും ട്രേഡിങ്ങും ചെയ്തിട്ടില്ല. 2-3 ആഴ്ച ഈ സെറ്റപ്പൊക്കെ കാരണം ഇടയ്ക്ക് ഞാൻ നോക്കും, മാർക്കറ്റ് നോക്കും എങ്ങനെയാണ് ഇതിന്. അപ്പോൾ ONGCയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ട്രേഡ് ചെയ്തതും എനിക്ക് കുറച്ച് പ്രോഫിറ്റബിളും ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ സ്റ്റോക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രയും വലിയ ഭീകരനൊന്നും അല്ല ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ. പക്ഷേ ONGCയും പിന്നെ കോൾ ഇന്ത്യയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ട്രേഡ് ചെയ്ത് തുടങ്ങിയത്. where I feel that I'm comfortable with the stocks because every day I'm looking at those stocks. That's the reason I'm comfortable with that. ബാക്കി പിന്നെ ഇനി നാളെ എന്തായാലും ഇനി മാർക്കറ്റ് ക്ലോസ് ആയിരിക്കും 1-ാം തീയതി ആയതുകൊണ്ട്. 2-ാം തീയതി മുതൽ നമ്മളുടെ 2025 നമ്മൾ അടിച്ചു പൊളിക്കണം. നമ്മൾ ഫുള്ള് സ്റ്റോക്കും പിന്നെ അതിന് ട്രേഡിങ്ങും പ്ലസ് നമ്മുടെ യൂട്യൂബ് ചാനലും പിന്നെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ സ്റ്റഡീസും, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പോണത്. പിന്നെ നമ്മൾ ട്രാവലിംഗ് ഉണ്ട്, ഓഫ് കോഴ്സ് ട്രാവലിംഗ് മറക്കരുത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. ഇതനുസരിച്ച് നമ്മുടെ ഇൻകം വരുന്നതനുസരിച്ചിട്ട് നമ്മളത് സേവ് ചെയ്യണം. പിന്നെ അതായിട്ട് നമുക്ക് കുറേ ട്രാവലിങ്ങും ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻസ് 2025-ൻ്റെ ഗായ്സ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം നിങ്ങളെ വീട് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് കാരണം ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് ഡിലേ ആയിപ്പോയി. ഇപ്രാവശ്യം വളരെയധികം ഡിലേ ആയി. പക്ഷേ അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഓരോരുത്തരുടെ വീട് അവർ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഒരു നല്ലൊരു എൻവയറമെൻറ്റിൽ നമ്മൾ ജീവിക്കുക, പ്ലസ് വർക്ക് ചെയ്യുക, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഡിലേ ആയത്. സോ സോറി. പക്ഷേ ഇനി മുതൽ ഐ വിൽ ബി പോസ്റ്റിംഗ് മോർ വീഡിയോസ് റെഗുലർലി. ഐ എം ട്രൈയിങ് മൈ ലെവൽ ബെസ്റ്റ് ഡെയിലി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ ഹാവ് ടു കീപ് മൈ സെൽഫ് ആക്റ്റീവ് ഓൾസോ ഫോർ ദാറ്റ്. കണ്ടൻറ്റും നന്നായിരിക്കണം, അങ്ങനെ പലതും ഉണ്ട്. പിന്നെ നമ്മളുടെ ഫ്യൂച്ചറും നോക്കണം, എങ്ങനെ നമ്മൾക്ക് ഈ ചാനൽ വളർത്താൻ പറ്റും പലതും. അപ്പോൾ അതൊരു ചാലഞ്ചും കൂടിയാണ്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. കുറേ ആൾക്കാർ മെസ്സേജും ചെയ്തിരുന്നു, എന്താ ഭായി എവിടെ ഇപ്പോൾ വീഡിയോസൊന്നും വരാറില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അവർക്ക് ഞാൻ റിപ്ലൈയും ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ സെറ്റപ്പ് കാരണം എനിക്ക് കുറച്ച് സമയം എടുത്തു, ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽ ഇവിടെ നിന്ന് നമ്മൾക്ക് അങ്ങോട്ട് തുടങ്ങാം, അടിച്ചു പൊളിക്കുക. ഓക്കെ, സോ യു ക്യാൻ സീ മൈ വ്ളോഗ്സ് ഡെയിലി ഓർ മേ ബി വീക്ക്ലി അറ്റ്ലീസ്റ്റ് 2-3 വ്ളോഗിലും ഞാൻ ഇട്ടിരിക്കും. അപ്പോൾ ഇനി ഇവിടുന്ന് മുതൽ ഡെഫിനറ്റ്ലി എൻ്റെ വ്ളോഗ്സ് വന്നുകൊണ്ടിരിക്കും കണ്ടിന്യൂസ്ലി, ബിക്കോസ് വി ആർ ഓൾ സെറ്റ് റൈറ്റ് നൗ. ആൻഡ് പിന്നെ വേറെ കാര്യം പറഞ്ഞു വെച്ചാൽ ന്യൂ ഇയർ വരുന്നു. ഇന്ന് 31st ആണ്. ഇന്ന് ആക്ച്വലി ചെറിയൊരു ഷൂട്ട് എനിക്ക് ചെയ്യാനുണ്ട്. കാരണം എൻ്റെ ഓൾഡ് ക്ലാസ്മേറ്റ്സ്, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വ്ളോഗ്സിൽ ഞാൻ കണ്ടില്ലേ, കുറേ ആൾക്കാർ കണ്ടവർ ഇന്ന് അവയിൽ ഒരുത്തൻ്റെ വീട്ടിൽ പാർട്ടിയുണ്ട്. നമ്മൾ എല്ലാവരും കൂടി ഓർഗനൈസ് ചെയ്തിട്ട് പോണ്. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സും കൂടിയുണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഫാമിലി മെമ്പേഴ്സും കൂടിയുണ്ട്, കുട്ടികളും ഉണ്ട്. എല്ലാവരും ഇല്ല, ചിലർ അവരുടെ പഠിത്തത്തിൽ ബിസിയാണ്, ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ളവർ ഡൽഹിയിലുള്ള നമ്മളെ ഫാമിലി ഫ്രണ്ട്സും എൻ്റെ ക്ലാസ്മേറ്റ്സും നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നു. അതും കൂടിയും കവർ ചെയ്യും. നാളെ ന്യൂ ഇയറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി വിഷ് ചെയ്യാണ്. സോ ഐ വിഷ് യു ഗൈസ് ഓൾസോ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു ഫോർ ദിസ് കമ്മിങ് ഇയർ ആൻഡ് വിഷ് യു ഓൾ ദി ഹാപ്പിനെസ് ആൻഡ് സക്സസ്. എനിക്ക് അത്രയും പറയാനുള്ളൂ. സി യു ഗൈസ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കാണാം ചെറിയൊരു വീഡിയോയിലേക്ക് ശേഷം. ബൈ.